ഹായ് ഉള്ള അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ സ്പെഷ്യൽ 2 പച്ചമാങ്ങ വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് 2 ഐറ്റം ജ്യൂസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. ഈ ചുട്ടു പൊള്ളുന്ന ചൂടിനൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ഐറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് വേഗം കണ്ടു നോക്കാം. നമ്മുടെ മുറ്റത്തു നിന്നുള്ള മാവിൽ നിന്ന് തന്നെ കേട്ടോ 2 മാങ്ങ നമ്മൾ പൊട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ മാങ്ങ സീസൺ ആയതുകൊണ്ട് എവിടെ നിന്നും നമുക്കിപ്പോൾ മാങ്ങ കിട്ടുമല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കണം. നമ്മളെ ഫസ്റ്റ് മാങ്ങ ജ്യൂസ് നമ്മളൊരു മാങ്ങ വെച്ച് സംഭാരമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭാരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 2 മാങ്ങ നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം ഇതുപോലെ കട്ടാക്കി എടുക്കാം, ചെറുതായി കട്ടാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ തൊലിയോട് കൂടിയിട്ട് തന്നെ വേണം കേട്ടോ കട്ടാക്കി എടുക്കാൻ. ഇനിയിപ്പോൾ തൊലി കളയണം എന്നുള്ള ഒരു ടൈമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണ് ഇത്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലോട്ട് കട്ടാക്കി വെച്ച് നമ്മുടെ മാങ്ങ ചേർത്തി കൊടുക്കാം. അതുപോലെ ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 4 ചുവന്നുള്ളിയാണ്. അപ്പോൾ കുറച്ച് വലുതാണെങ്കിൽ നിങ്ങൾ 2 ചേർത്തി കൊടുത്താൽ മതി. അതുപോലെ ഒരു എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ചേർത്തി കൊടുക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ പച്ചമുളകിൻ്റെ ഒരു കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ, ചെറിയൊരു കഷ്ണം. പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ 3-4 ഇല നമ്മുടെ കറിവേപ്പിലയും കൂടി ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം നമുക്ക് ഉപ്പ് കൂടി ചേർത്തി കൊടുത്തിട്ട് ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് അരഞ്ഞിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അരിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് തുറന്ന് നോക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. നമ്മുടെ ഒരു മാങ്ങ സംഭാരത്തിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത്. അപ്പോൾ നിങ്ങൾ ഇത് ഇഷ്ടപ്പെട്ടാൽ ഇത് തയ്യാറാക്കി നോക്കണം. നല്ല ഈസിയാണല്ലോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഷുഗർ ഉള്ളവർക്കൊക്കെ ഇത് കുടിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ആയിട്ടാണ്. ഇനി നമ്മുടെ സെക്കൻഡ് ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നത് അതേ മിക്സിയുടെ ജാറിൽ ബാക്കി വന്ന നമുക്ക് മാങ്ങയും കൂടിയും ചേർത്തി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ഒരു പിടി പൊതിയില ചേർത്തി കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ മാങ്ങ എടുക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ ചേർത്തി കൊടുത്താൽ മതി. ഒരു ചെറിയ കഷ്ണം അതുപോലെ പച്ചമുളക് കേട്ടോ, വലിയതൊന്നും ഇട്ട് കൊടുക്കരുത്. നമുക്ക് എരിവ് ചെറുതായിട്ട് മതി. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തി കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്തി കൊടുക്കാം. അതുപോലെ തന്നെ ഐസ് വാട്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായി ബ്ലെൻഡ് ചെയ്യാം. ഇനിയിപ്പോൾ ഐസ് വാട്ടർ അല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഇട്ടിട്ടും ചേർത്തി കൊടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് നന്നായിട്ട് നമുക്ക് ബ്ലെൻഡായി വന്നിട്ടുണ്ട്. ഇതും നമുക്ക് അരിച്ചെടുത്തിട്ട് നമ്മുടെ സെക്കൻഡ് ഗ്ലാസ്സിലോട്ട് നമുക്ക് സെർവ് ചെയ്യാം. ഇതും ഒരുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ. പഴുത്ത മാമ്പഴം വെച്ചിട്ട് നമ്മൾ ജ്യൂസ് ഉണ്ടാക്കും, പക്ഷേ ഇത് നമ്മളൊരു പച്ചമാങ്ങ വെച്ചിട്ടൊരു സ്പെഷ്യൽ ഐറ്റം കൂടിയാണ് ഈ 2 ജ്യൂസുകളും. കളറൊക്കെ ഒരുപോലെ തന്നെ കേട്ടോ, പക്ഷേ നമ്മുടെ ടേസ്റ്റിൽ 2 രീതിയിലാണ്. നമ്മൾ വ്യത്യസ്ത രീതിയിലായിരിക്കും ടേസ്റ്റ്. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഏത് രീതിയിലും ഉണ്ടാക്കിയെടുക്കാം. ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് സ്റ്റാറാക്കാൻ വേണ്ടിയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അവർക്കും നമുക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉറപ്പായും ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ താഴത്തുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയും കൊണ്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.